ബലാത്സംഗ കേസുകളുടെ ഉത്സവം നടക്കുകയാണ് കേരളത്തിൽ. ചാനലുകൾ വലിയ ആവേശത്തിലാണ്. അവരുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനായിട്ട് പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. കഥകൾ സത്യമാണോ നുണയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ വളരെ വലിയ മാന്യന്മാരെയൊക്കെ ഒരു കാരണവും കൂടാതെ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ വിളിച്ചു വരുത്തി അതിൻ്റെ മുഖം കാണാതെ അതിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നു. വലിയ വലിയ ആൾക്കാരുടെയൊക്കെ പേര് പറയുന്നു. അവർക്കൊക്കെ പേരുദോഷം സംഭവിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആളുകൾ മുൻകൂർ ജാമ്യത്തിന് ഓടുന്നു. എന്താ മുൻകൂർ ജാമ്യം? ജാമ്യം നമുക്കെല്ലാം അറിയാം. പലപ്പോഴും കോടതിയിൽ കാണാം, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പില്ല. എല്ലാ വകുപ്പിനും ജാമ്യമുണ്ട്. പിന്നെന്താ ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറയാൻ കാര്യം? കോടതിയിൽ നിന്ന് മാത്രം ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ. കുറേ വകുപ്പുകൾക്ക് സ്റ്റേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജാമ്യം കിട്ടും. സ്റ്റേഷനിൽ SI തന്നെ ജാമ്യം തരും. അതിനും കണ്ടീഷനൊക്കെ ഉണ്ടാകും. വിളിക്കുമ്പോൾ ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ടേ പൊക്കോന്ന് പറയും. ചില്ലറ ഉന്തും തള്ളും അടിപിടി, അല്ലെങ്കിൽ കള്ളു കുടിച്ച് കശപിശ ഉണ്ടാക്കി, ഇതുപോലത്തെ നിസ്സാര കുറ്റങ്ങളൊക്കെ. അതുപോലെയാണ് ഈ തോണ്ടി പിച്ചി എന്നൊക്കെ പറയുന്നത്. കാര്യം അതിന് IPC 354 എന്നൊക്കെ പറഞ്ഞ് സംഗതിയൊക്കെ ഉണ്ടെങ്കിലും അത് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കൊടുത്ത് വിടാവുന്നതാണ്. നമ്മൾ സുരേഷ് ഗോപിയുടെ കേസ് അങ്ങനെയായിരുന്നു. തോളത്തൊന്ന് കൈവച്ചു, ഇത്രയല്ലേ ഉള്ളൂ. ശരി, സുരേഷ് ഗോപിയെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടപ്പോൾ അവിടെ സുരേഷ് ഗോപി ഒരു ഒപ്പിട്ടിട്ടുണ്ട്, വിളിക്കുമ്പോൾ ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷണത്തിൽ സഹകരിച്ചോളാം വിടും. ഇതാണ് ജാമ്യം കിട്ടാവുന്ന വകുപ്പ് അഥവാ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഇതല്ലാത്തതിനെ ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കും. അതിനു മുമ്പ് മെഡിക്കൽ ടെസ്റ്റൊക്കെ നടത്തണം എന്നൊക്കെയാണ് നിയമം. വലിയ VIP ഒക്കെയാണെങ്കിൽ മെഡിക്കൽ ടെസ്റ്റൊക്കെ നടത്തും. നമ്മളെപ്പോലുള്ളവർ പിടിച്ചുകൊണ്ട് പോയാൽ ഒരു ടെസ്റ്റുമില്ല, ഒന്നുമില്ല, കൊണ്ടുപോയി മജിസ്ട്രേറ്റ് മുമ്പിൽ നിർത്തിയിട്ട് നമ്മുടെ വക്കീൽ ആർഗ്യൂ ചെയ്യുന്ന പോലെ ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യും. എന്നാൽ ആൻറ്റിസിപ്പേറ്ററി മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത്, എന്നെ അറസ്റ്റ് ചെയ്യരുത്, ഞാൻ അന്വേഷണവുമായിട്ട് സഹകരിക്കാം, എൻ്റെ പേരിൽ ഒരു കേസുമില്ല, ഇത് കെട്ടിച്ചമച്ച കേസാണ്, ഇന്നതൊക്കെയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകൾ, പ്രശ്നങ്ങൾ, അതുകൊണ്ട് എനിക്ക് മുൻകൂറായിട്ട് ജാമ്യം, എന്നെ പോലീസ് പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് ജാമ്യം തരണം. അങ്ങനെ പിടിച്ചാലല്ലേ ജാമ്യം കൊടുക്കാവുള്ളൂ. പിടിക്കുന്നതിന് മുമ്പ് ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിന് ആണ് ഈ വാക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അറസ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് കൊടുക്കുന്ന ബെയിൽ. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിലെല്ലാം ഇൻ ദ ഇവൻറ്റ് ഓഫ് ദ അക്യൂസ്ഡ് ബീയിങ് അറസ്റ്റഡ് ബൈ പോലീസ് ഹീ ഷാൽ ബി റിലീസ്ഡ് വിത്ത് ദ ഫോളോയിങ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാണ് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താഴെ പറയുന്ന വ്യവസ്ഥകളോടുകൂടി ഇയാളെ ജാമ്യത്തിൽ വിടണം എന്നാണ്. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ മുൻകൂർ ജാമ്യമുണ്ട്, മുൻകൂർ ജാമ്യത്തിലെ വ്യവസ്ഥയുണ്ട്. പോലീസിന് ചോദ്യം ചെയ്യാം, നിങ്ങളെ ചോദ്യം ചെയ്യാം. പക്ഷേ പലതിലും എഴുതും രാവിലെ 9 മണിക്ക് വിളിച്ചാൽ വൈകുന്നേരം 5 മണി വരെ ചോദ്യം ചെയ്തോളൂ, 5 മണി കഴിഞ്ഞ് ഇയാളെ വിടണം. പിന്നെ വീണ്ടും അയാളോടും പറയും, നിങ്ങൾ ഇങ്ങനെ സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കരുത്, ചിലരോട് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറയും, ചിലരോട് ചില ജില്ല വിട്ടു പോകരുതെന്ന് പറയും, കേരളം വിട്ടു പോകരുതെന്ന് പറയും. എന്ത് കണ്ടീഷൻ? അത് ജഡ്ജിയുടെ തീരുമാനം അനുസരിച്ച്. മുൻകൂർ ജാമ്യം കൊടുക്കാൻ 2 പേർക്കേ സാധിക്കുകയുള്ളൂ. ഒന്ന് ജില്ലാ സെഷൻസ് ജഡ്ജി, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നും പറയാം. ജില്ലാ ജഡ്ജി എന്ന് പറയും, ജില്ലാ സെഷൻസ് ജഡ്ജി എന്ന് പറയും, വെറും സെഷൻസ് ജഡ്ജി എന്ന് പറയും. സെഷൻസ് ജഡ്ജിമാർക്കും പിന്നെ ഹൈക്കോടതിക്കും മാത്രമാണ് മുൻകൂർ ജാമ്യം കൊടുക്കാൻ അവകാശമുള്ളത്. ഒരു പൗരന് 2 വാതിലിൽ മുട്ടാം ഒരേ സമയം. ജില്ലാ ജഡ്ജിയുടെ വാതിലിൽ മുട്ടാം, അല്ലെങ്കിൽ നേരെ ഹൈക്കോടതിയുടെ വാതിലിൽ മുട്ടാം. രണ്ടും ചെയ്യാം. ജില്ലാ ജഡ്ജി മുൻകൂർ ജാമ്യം നിരസിച്ചു എന്ന് വയ്ക്കുക, അപ്പോഴും നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാം. പക്ഷേ ഹൈക്കോടതി നിരസിച്ചു എന്ന് വെച്ചോ, പിന്നെ സുപ്രീം കോടതിയിൽ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ചിലരൊക്കെ ഒരു സ്റ്റെപ്പ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നേരെ ഹൈക്കോടതിയിൽ പോകും. ചിലർ ആ സ്റ്റെപ്പിലൂടെ തന്നെ പോകാം എന്ന് വിചാരിച്ചിട്ട്
സെഷൻസ് ജഡ്ജിൻ്റെ അടുത്ത് പോകും. അങ്ങനെ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയ ഒരാളാണ് നമ്മളുടെ സിനിമാ നടനും MLA-യുമായ മുകേഷ്. മുകേഷിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. നിങ്ങളൊക്കെ കണ്ടു കാണും ടി വിയിലൊക്കെ. എന്താണ് പ്രശ്നം? അത് നിങ്ങളോട് ടി വിക്കാർ പറഞ്ഞു കാണില്ല, പറയാൻ അവർക്കൊട്ട് നേരമില്ല. അപ്പോഴത്തേക്ക് അടുത്ത ബലാത്സംഗം വന്നു. ബലാത്സംഗം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയല്ലേ, പ്രത്യേകിച്ചും സിനിമാ രംഗത്ത്. ഇതിൻ്റെ വസ്തുത പറയാനായിട്ട് അവർക്ക് നേരമില്ല. അതുകൊണ്ട് ആ വസ്തുത ഞാൻ നിങ്ങളോട് പറയാം. 19 പേജ് വരുന്ന ഇൻ ദ കോർട്ട് ഓഫ് സെഷൻസ് എറണാകുളം ഡിവിഷൻസ്, എറണാകുളം സെഷൻസ് കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതിൽ ജഡ്ജി ഹണി M. വർഗീസ്, സെഷൻസ് ജഡ്ജ്, അവരാണ് ജഡ്ജ്. ഹണി M. വർഗീസ് എന്നുള്ള പേര് പലതവണ നിങ്ങൾ കേട്ട് കാണും. നമ്മളുടെ ദിലീപ് കേസും ഈ കോടതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പേര് പത്രങ്ങളിൽ വരാറുണ്ട്. അവരോട് ഓഗസ്റ്റ് 31-ാം തീയതിക്കകം കേസ് തീർക്കണം, സെപ്റ്റംബർ 10-നകം തീർക്കണം എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി പറയുക. എന്നിട്ടും തീരാതെ ഇങ്ങനെയൊക്കെ പോവുക. അപ്പോൾ ഹണി M. വർഗീസിനെ മാറ്റണം എന്നാവശ്യപ്പെട്ട് അടുത്ത ഹർജി കൊടുക്കുക. ഇങ്ങനെ അപ്പോൾ ഈ ജഡ്ജിയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ ചാനലുകാർക്ക് ഈ വാർത്ത ബ്രേക്ക് ചെയ്യാൻ വലിയ തിടുക്കമാണില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ജഡ്ജിയുടെ പേര് ഹണി M. റോസ് എന്നും ഒരു ചാനൽ എഴുതി കാണിച്ചു. പിന്നെ തിരുത്തി കേട്ടോ, ഹണി റോസ് ആണല്ലോ കുറച്ചുകൂടെ ഫേമസ് ഹണി M. വർഗീസിനേക്കാളും. അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ഈ വെപ്രാളത്തിൽ സംഭവിക്കുന്നതാണ്. നമുക്ക് വെപ്രാളമൊന്നും വേണ്ട, നമുക്ക് കാര്യം അറിയണമല്ലോ. അപ്പോൾ ഈ പെറ്റീഷനുമായിട്ട് ചെന്നിരിക്കുന്നത് മുകേഷ്, സൺ ഓഫ് മാധവൻ, ഏജ്ഡ് 67 ഇയേഴ്സ്, റിസൈഡിങ്, താമസിക്കുന്ന വീട്, അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എതിർകക്ഷി കേരള സർക്കാരാണ്. പോലീസാണല്ലോ കേസ് ചാർജ് ചെയ്തിരിക്കുന്ന കേസ് പഴയ IPC 376 ബലാത്സംഗമാണ്. ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മുകേഷിൻ്റെ ഭാഗം വാദിക്കുന്നത് ഒരു സംഘമുണ്ടായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിൽ ബലാൽ ഇല്ല. ഇതാണ് സിമ്പിളായിട്ട് മുകേഷ് വാദിച്ചത്. സംഘമുണ്ടായി ശരിയാണ്, ബലാൽ ഇല്ല. ബലാൽ സംഘമാണ് കുറ്റം, വെറും സംഘം കുറ്റമല്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, രണ്ടുപേര് തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നത് നിയമവിരുദ്ധമല്ല. അതിന് പ്രതിഫലം കൊടുക്കുന്നത് പോലും നിയമവിരുദ്ധമല്ല. പലർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട്, അത് വേശ്യാവൃത്തിയല്ലേ. വേശ്യാവൃത്തി നിയമവിരുദ്ധമല്ല. ഒരു സ്ത്രീയെ നിങ്ങൾ ഉപയോഗിക്കുകയും അതിന് പ്രതിഫലം കൊടുക്കുകയും അവരത് വാങ്ങുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമല്ല. എന്നാൽ അതിനൊരു ഇടനിലക്കാരനെ വയ്ക്കുകയും ആളുകളെ ആകർഷിച്ചു കൊണ്ടുവരികയും പിമ്പ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ, കൂട്ടിക്കൊടുപ്പ്, അത് കുറ്റകരമാണ്. കാരണം വ്യഭിചാരം തൊഴിൽ എന്നുള്ളത് മാറിയിട്ട് വ്യവസായം എന്ന കാറ്റഗറിയിലേക്ക് വരുന്നു. ഈ സ്ത്രീ ഇത് വ്യവസായവൽക്കരിച്ചിരിക്കുന്നു, ലൈംഗിക വ്യവസായം നടത്തുന്നു, അത് കുറ്റകരമാണ്. അതാണ് ഇമ്മോറൽ ട്രാഫിക് ആക്റ്റൊക്കെ വരുന്നത്. മറ്റതൊക്കെ വെറും പോലീസിൻ്റെ ധാർഷ്ട്യമാണ്. ഈ ഒരു ലോഡ്ജ് റെയ്ഡ് ചെയ്തു, 3 വേശ്യകളെ പിടികൂടി. അങ്ങനെയൊന്നും പിടികൂടാൻ പോലീസിന് ഒരു അവകാശവുമില്ല. സ്ത്രീക്കും പുരുഷനും സമ്മതമായിട്ട് അവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും പോലീസിനും നിയമത്തിനും അതിനകത്ത് യാതൊരു കാര്യമില്ല. അതിൽ കാശ് വാങ്ങിയെങ്കിൽ എന്താ, ഉപജീവനത്തിനായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നു, ഒരു തെറ്റുമില്ല. പക്ഷേ അതൊരു വ്യവസായമാക്കരുത്. അവനവൻ്റെ നിത്യച്ചെലവിനുള്ള പണം ഈ വഴിക്ക് കണ്ടെത്തുന്നതിൽ നിയമവിരുദ്ധത ഒന്നുമില്ല എന്ന് സാരം. അപ്പോൾ പിന്നെ ഈ പോലീസ് റെയ്ഡ് എന്നൊക്കെ പറയുന്നു, അതെല്ലാം വെറുതെ. ആ കേസുകളൊന്നും തന്നെ കോടതിയിലൊന്നും നിൽക്കില്ല. ഇവരില്ലാത്തതൊക്കെ എഴുതി കുറ്റച്ചാർത്തൊക്കെ നടത്തി ആ സ്ത്രീയെ വെറുതെ 2-3 മാസം തടവിലൊക്കെ ഇടും, ജയിലിലൊക്കെ ഇടും. അവരെന്ത് ചെയ്യും? അവർക്ക് വേറെ വരുമാന മാർഗ്ഗമില്ല. എന്നിട്ട് അവർ ഈ തൊഴിൽ ചെയ്തു, അവരെ ജയിലിൽ കൊണ്ടുപോയിട്ടു. അവർ ജയിലിൽ കിടക്കും, കാരണം ജയിലിൽ ശാപ്പാടൊക്കെ ഫ്രീ ആണല്ലോ, അവിടെ കിടക്കും. തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനോ അവർക്കറിയാവുന്ന തൊഴിൽ അവർ ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം. സത്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, സംഘം കുറ്റകരമല്ല, ബലാത്സംഗമാണ് കുറ്റം. അപ്പോൾ
ഈ സ്ത്രീയുടെ പരാതി എന്താ? ഈ സ്ത്രീ ആരാണെന്നുള്ള പേര് കേസിൽ വരില്ല കേട്ടോ. അതറിയാമെങ്കിൽ പോലും ഞാനും പറയാൻ പാടില്ല. ഇത്തരം കേസുകളിൽ വാദി ആരാണെന്നുള്ളത് നമ്മൾ പുറത്ത് പറയരുതെന്നാണ് നിയമം. IPC 228A അത് വെച്ചിട്ട് 2 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഇതിൽപ്പെട്ട വിക്റ്റിം എന്ന് നമ്മൾ പറയുമല്ലോ, ഇര അല്ലെങ്കിൽ അതിജീവിത എന്നൊക്കെ പറയും, അവരുടെ പേര് പറഞ്ഞുകൂടാന്നാണ് നിയമം. അങ്ങനെ ഉള്ളപ്പോഴും സൗകര്യമുള്ളപ്പോൾ ആൾക്കാർ പേര് പറയും, സൗകര്യമുള്ളപ്പോൾ പറയാതിരിക്കും. ഇതിൻ്റെയൊക്കെ പിന്നാലെ പോലീസിന് നടക്കാൻ പറ്റുമോ? പക്ഷേ പൊതുവേ മാന്യന്മാർ പേരുകൾ പറയാറില്ല. ഈ പേരുകളൊക്കെ തുടക്കത്തിൽ TV-യിൽ വന്ന് കാണും. നിങ്ങൾ പഴയ ഒരു മുകേഷിനെതിരെ കേസ് വേണം എന്നൊക്കെ പറഞ്ഞ് വന്ന ആ ദിവസത്തെ വാർത്തയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേരുണ്ടാവും. പക്ഷേ ഇപ്പോൾ എനിക്കത് പറയാൻ നിർവാഹമില്ല, എനിക്കും ഓർമ്മയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുമായിരുന്നില്ല. ഇവരുടെ പരാതി, ഷീ സോളിസിറ്റഡ് ദ അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ദ അക്യൂസ്ഡ് ഇൻ ദ ഇയർ 2010 ഫോർ ഗെറ്റിംഗ് മെമ്പർഷിപ്പ് ഇൻ അമ്മ. സിനിമാ താരങ്ങളിലെ അമ്മ എന്ന സംഘടനയിൽ അംഗത്വം കിട്ടാനായിട്ട് മുകേഷിൻ്റെ സഹായം അഭ്യർത്ഥിച്ച ഒരു നടിയാണ് ഇവർ 6 സിനിമയിൽ അഭിനയിച്ചു എന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. 3-ലെങ്കിലും അഭിനയിച്ചിട്ടുണ്ട് എന്ന് ജഡ്ജിയും എഴുതുന്നു. എന്ത് വാങ്ങിക്കോട്ടെ, അത്ര വലിയ പ്രശസ്തിയൊന്നും അല്ലെങ്കിലും ഒരു സിനിമാ നടി. The accused herein started to contact the de facto complainant frequently thereafter. മുകേഷിനെ വിളിച്ച് ഇവർ ആവശ്യം പറഞ്ഞു, എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് വേണം, മുകേഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അല്ലേ, ഇങ്ങൊരു ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഫോൺ ചെയ്യാൻ തുടങ്ങി. ഇതാണ് അവരുടെ പരാതി കേട്ടോ. ഇത് നടന്നോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അവരുടെ പരാതി ഇതാണ്, that if the de facto complainant fails to please or satisfy him, she will not be able to avail membership in the association. അതെ, അമ്മയിൽ മെമ്പർഷിപ്പൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, സഹകരിക്കണം, എങ്കിലേ മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ കിട്ടാൻ പോണില്ല പെണ്ണെ. ഞാൻ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. അല്ല സാർ, അത് എന്തു ആയിക്കോട്ടെ, ആലോചിച്ചോ. രാത്രി വീണ്ടും ഫോൺ വരുന്നു, മുകേഷാണ്, ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ, അല്ലാതെ നടക്കില്ല കേട്ടോ. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഈ സ്ത്രീയുടെ പരാതി. അത് കഴിഞ്ഞ് ഒരു ദിവസം മുകേഷ് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇൻഫോംഡ് ഹെർ അബൌട്ട് ഹിസ് അറൈവൽ ടു കൊച്ചി ഫോർ ഗെറ്റിംഗ് ഹിസ് ന്യൂലി പർച്ചേസ്ഡ് BMW കാർ. മുകേഷ് പറയുന്നു, എൻ്റെ പുതിയ BMW കാർ എടുക്കാനായിട്ട് ഞാൻ കൊച്ചിയിൽ വരുന്നുണ്ട്. He enticed her to share bed with him on that day for securing membership in the association. അസോസിയേഷന് മെമ്പർഷിപ്പ് വേണോ? ഞാൻ എൻ്റെ കാർ എടുക്കാനായിട്ട് കൊച്ചിയിൽ വരുന്നുണ്ട്, അപ്പോൾ എൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അസോസിയേഷനിലെ മെമ്പർഷിപ്പ് മേടിച്ചു തരാം. പെറ്റീഷണർ ഹിയറിൻ അക്കോർഡിംഗ്ലി റീച്ച്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫ്ലാറ്റ് വെയറിൻ ദ de facto complainant was residing by 6 PM in his BMW കാർ. ഈ പറഞ്ഞതുപോലെ BMW കാറിൽ മുകേഷ് ഈ സ്ത്രീ താമസിക്കുന്ന വീട്ടിന് മുമ്പിൽ ചെല്ലുന്നു വൈകുന്നേരം ഒരു 6 മണിക്ക്. ഈ സ്ത്രീ വെൻറ്റ് അലോങ് വിത്ത് ഹിം, മുകേഷിൻ്റെ കൂടെ പോയി. ഇൻ ദ കാർ ടു ഹിസ് വില്ല സിറ്റുവേറ്റ്സ് അറ്റ് മരട്. മരടിലുള്ള മുകേഷിൻ്റെ ഒരു വില്ലയിലേക്ക് കാറിൽ, BMW കാറിൽ ഈ സ്ത്രീ കയറി മരട് വില്ലയിലേക്ക് പോയി. ഷീ വാസ് ടേക്കൺ ടു ദ ബെഡ്റൂം ഓഫ് ദാറ്റ് വില്ല. വില്ല എന്ന് വെച്ചാൽ വീടിൻ്റെ ബെഡ്റൂമിലേക്ക് അവർ കൊണ്ടുപോയി. ഷീ വാസ് സബ്ജക്റ്റഡ് ടു റേപ്പ് ബൈ ദ പെറ്റീഷണർ ഓഫറിംഗ് മെമ്പർഷിപ്പ് ഇൻ ദ അസോസിയേഷൻ ഓഫ് അമ്മ ആൻഡ് ദെയർ ബൈ കമ്മിറ്റഡ് ദ ഒഫൻസ് അലീജ്ഡ് അഗൻസ്റ്റ് ഹിം. ഇതാണ്, ആ ബെഡ്റൂമിൽ വെച്ച് അമ്മയിലെ മെമ്പർഷിപ്പ് തരാം എന്ന് വാഗ്ദാനം ചെയ്ത്, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പീഡനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും ഉപദ്രവിക്കുക, ദ്രോഹിക്കുക, ശാരീരികമായിട്ട് എന്തെങ്കിലും ഉപദ്രവിക്കുക,
അത് കടുത്ത ഉപദ്രവമാകാം, ചെറുതുമാകാം. എന്നാലും പീഡനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ കുരിശിൽ പീഡിപ്പിച്ചു എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് പറയാൻ പാടില്ല. ഒരു പള്ളിയിലച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ മോഹൻദാസേ, യേശു ക്രിസ്തുവിനെ കുരിശിൽ പീഡിപ്പിച്ചു എന്ന് പറയാൻ വയ്യ, പീഡാനുഭവ തിരുനാൾ എന്ന് പറയാൻ വയ്യ. ഒരു പെരുന്നാളാണേ പീഡാനുഭവ തിരുനാൾ. ഇത് പീഡാനുഭവം എന്ന് പള്ളിയിലച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്ന അല്പമാര് ചൂടാകും. പോകൃത്തരം പറയുന്നു, യേശു ക്രിസ്തുവിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയും. നിങ്ങളാരാണ്? ഇങ്ങനത്തെ കാലമാണ് എന്ന് ഒരു പള്ളിയിലച്ഛൻ ഖേദത്തോടെ എന്നോട് പറഞ്ഞു. വാക്കുകളുടെ അർത്ഥം മാറുമില്ല. അങ്ങനെ മാറിയ ഒരു വാക്കാണ് ഈ പീഡനം. ഏതായാലും കാര്യം നമുക്ക് രണ്ടു കൂട്ടർക്കും മനസ്സിലാവുന്ന സ്ഥിതിക്ക് ഞാനും ആ വാക്ക് തന്നെ ഉപയോഗിക്കാം, പറയണമില്ല. അപ്പോൾ അങ്ങനെ മുകേഷിൻ്റെ കൂടെ പോയി സംഗതിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നത്. അപ്പം മുകേഷ് പറയുന്നത് ഈ കാര്യം സത്യമാണ്, ഞാൻ ഈ കക്ഷിയും കൊണ്ട് പോയതാണ്. ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 7/3/2009, അതായത് ഈ കൃത്യം നടന്ന് 1-2 ദിവസം കഴിഞ്ഞിട്ട് 2009 ഈ സ്ത്രീ മുകേഷിന് ഒരു മെയിൽ അയക്കുന്നു. ആ മെയിലിൽ അവർ പറയുന്നു, ഇറ്റ് വുഡ് ഷോ ദാറ്റ് ദ വിക്ടിം എക്സ്പ്രസ്ഡ് ഹെർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ബീയിങ് ഡീസൻറ്റ് ആൻഡ് കൈൻഡ് ടു ഹെർ. വിക്ടിം, ഈ സ്ത്രീ മുകേഷിന് മെയിൽ അയക്കുന്നു, ഇത്ര ഡീസൻ്റായിട്ട് പെരുമാറിയതിന് നന്ദി, എനിക്ക് വലിയ സന്തോഷം എന്നൊക്കെ പറയുന്നു. അതുകൂടാതെ ആ സ്ത്രീ ഓഫർ ചെയ്യുന്നു, അവരൊരു വക്കീലുമാണ് കേട്ടോ, അവർ ഓഫർ ചെയ്യുന്നു, മുകേഷിൻ്റെ ഒരു വിവാഹമോചനം പ്രശ്നമൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നു. മുകേഷ് അതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. വാട്സാപ്പിൽ ഇവർ 1,00,000 രൂപ മുകേഷിനോട് ചോദിക്കുന്നു, മുകേഷ് കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇവർ മുകേഷുമൊത്തുള്ള പല ഫോട്ടോസ്, അശ്ലീലമൊന്നുമല്ല, പക്ഷേ മുകേഷിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് ഫേസ്ബുക്കിലും ഇടുന്നു. അപ്പോൾ മുകേഷ് പറയുന്നു, ഇവർക്ക് എന്തെങ്കിലും പരാതിയുള്ളതായിട്ട് ആ ഫോട്ടോയിൽ നിന്നോ വാട്സാപ്പ് ചാറ്റിൽ നിന്നോ എനിക്കയച്ച മെയിലിൽ നിന്നോ ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നെ എന്താണ് പ്രശ്നം? ബലാൽ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. സംഘം നടന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമില്ല, ആ സ്ത്രീക്കും തർക്കമില്ല. അമ്മയിലെ മെമ്പർഷിപ്പ് എടുത്ത് തരാമെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പലതുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ബലാൽ എന്നുള്ളതിൻ്റെ ലക്ഷണമല്ലല്ലോ. അപ്പം ഓരോന്നും ബലാത്കാരമാകുന്നത് മുകേഷിൻ്റെ ഭാഗത്തെ വാദം നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, നടന്നോ ഇല്ലേ എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു സ്ത്രീ പറയും, വിട്, ആരെങ്കിലും കാണും, വേണ്ട അതൊന്നും വേണ്ട. ഇതൊന്നും പുരുഷൻ വകവയ്ക്കുകയില്ല. അതുകൊണ്ടത് ബലാത്സംഗമാകുമോ? ആവില്ലല്ലോ. ഈ വേണ്ട എന്നൊക്കെ പറയുന്നത് ഒരു സങ്കോചം വെച്ചിട്ടാണ്, അല്ലാതെ അത് എതിർപ്പല്ല. അപ്പം ഇതൊന്നും വെച്ച് നിങ്ങൾക്ക് ബലാത്സംഗം തെളിയിക്കാൻ സാധ്യമല്ല. സംഘം തെളിയിക്കാം, ബലാൽ തെളിയിക്കാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. ഇതിലാണ് ഈ സ്ത്രീ കുടുങ്ങിയത്. അപ്പോൾ മുകേഷ് പറയുന്നു, 15 വർഷത്തിന് ശേഷം, 2009 ആണ് ഈ സംഭവം നടക്കുന്നത്, 15 വർഷത്തിന് ശേഷം ഇപ്പം ഈ സ്ത്രീ കണ്ടുപിടിച്ചു അത് സംഘമായിരുന്നില്ല, ബലാത്സംഗമായിരുന്നു, അതുകൊണ്ട് മുകേഷിനെതിരെ കേസെടുക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. മാത്രമല്ല, അവർ ആദ്യം മൊഴി കൊടുക്കുന്നത് 28-ാം തീയതിയാണ്. ഈ പറഞ്ഞ ഓഗസ്റ്റ് 28-ാം തീയതി, 2024 ഓഗസ്റ്റ് 28-ാം തീയതി പോലീസിന് പരാതി കൊടുക്കുന്നു. അതിൽ പോലും മുകേഷ് ചതിച്ചതായിട്ടോ ബലം പ്രയോഗിച്ചതായിട്ടോ അവർ പറയുന്നില്ല. ആകെ പറയുന്നത് അമ്മയിലെ മെമ്പർഷിപ്പ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു എന്ന് മാത്രമാണ്. ബലം പ്രയോഗിച്ചു എന്ന് പറയുന്നില്ല, ചതിച്ചു എന്ന് പറയുന്നില്ല. 29-ന് FIR ഇടുന്നു. 29-ന് തന്നെ മുകേഷ് ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നു. ആ ആപ്ലിക്കേഷനിൽ ഈ ഇമെയിലിൻ്റെ കോപ്പി, എനിക്ക് വലിയ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ ഇമെയിലിൻ്റെ കോപ്പി വയ്ക്കുന്നു. 30-ാം തീയതി FIR ഇട്ട് കഴിഞ്ഞൊരു മൊഴി എടുക്കലുണ്ടല്ലോ, ആ മൊഴിയിലാണ് ആദ്യമായിട്ട് ഈ സ്ത്രീ ഞാൻ ബലം പ്രയോഗിച്ചു എന്ന് പറയുന്നത്. സ്ത്രീ വക്കീലുമാണ്. 28-ാം തീയതി കൊടുത്ത പരാതിയിൽ ബലം പ്രയോഗിച്ചു എന്നില്ല. അമ്മയിലെ മെമ്പർഷിപ്പ് തരാം എന്നൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. 29-ന് കേസെടുക്കുന്നു, 30-ന് കൊടുത്ത മൊഴിയിൽ ബലപ്രയോഗം വരുന്നു. ഇവർ സമർത്ഥയായ ഒരു വക്കീലാണ്. അവർക്ക് മനസ്സിലായി,
മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പോയി ബലാൽ ചേർത്തിട്ടില്ല പരാതിയിൽ ബലാലില്ല. ഈ വാക്കുകൾ ക്രിമിനൽ കേസിൽ വളരെ പ്രധാനമാണ് കേട്ടോ. ഞാനൊരിക്കൽ ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടക്കുന്ന സമയം എൻ്റെ സുഹൃത്താണ് വക്കീൽ, അങ്ങനെ കാണാനായിട്ട് പോയതാണ്. അപ്പോൾ വിചാരണ നടക്കുന്നു അകത്ത്. ഞാനതിൻ്റെ തിണ്ണയിൽ പുറത്ത് നിന്നിട്ട് ഇത് കേട്ടു. എൻ്റെ സുഹൃത്ത് ഒരു കക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്യുകയാണ്. ചോദിക്കുന്നു, പ്രതി നിങ്ങളെ അടിച്ചോ? അടിച്ചു. എന്തുകൊണ്ടടിച്ചു? അത് ഇരുമ്പ് വടി കൊണ്ടടിച്ചു. ഇരുമ്പ് വടി കൊണ്ടടിച്ചു. ഓ, ആഞ്ഞടിച്ചോ അതോ വെറുതെ അടിച്ചതേ ഉള്ളോ? ഇല്ല, 2 കൈ കൊണ്ട് ആഞ്ഞടിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. വക്കീൽ വിജയഭാവത്തിൽ ജഡ്ജിയോട് പറഞ്ഞു, നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. 2 കൈ കൊണ്ടും ആഞ്ഞടിച്ചിട്ട് ഇയാൾക്കൊന്നും സംഭവിച്ചില്ല, അത് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചതാണ്. അപ്പം ജഡ്ജ് കൂളായിട്ട് മജിസ്ട്രേറ്റ് ഇയാളോട് ചോദിക്കുന്നു, എന്താ ഇരുമ്പ് കൊണ്ട് അടിച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാഞ്ഞത്? അയാൾ പറഞ്ഞു, കൊണ്ടില്ല സാറേ. എന്ത് ചെയ്യും? എൻ്റെ വക്കീലിൻ്റെ മുഖമൊക്കെ അങ്ങ് മാഞ്ഞടിച്ച് നാശമായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പുറത്തേക്ക് വന്ന് ഞാൻ ചോദിച്ചു, എന്തെന്നാണ്? ചില കക്ഷികളൊക്കെ അങ്ങനെയാണ് മോഹൻദാസ്, നമ്മളെ ഇരുത്തിക്കളയും. അപ്പോൾ അടിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കൊണ്ടു എന്നും കൂടെ പറയണം, അപ്പോഴല്ലേ അടി മുഴുവനാകുന്നുള്ളൂ. അടിക്കുന്ന ആർക്കൊടിക്ക് വെറുതെ വായുവിൽ ഇരുമ്പ് പൊടി വീശി ഇയാൾ മാറിക്കളഞ്ഞു, കൊണ്ടില്ല, കഴിഞ്ഞില്ല, ഷൂ ആയില്ലേ കേസ്. അപ്പോൾ ഇരുമ്പ് കൊണ്ട് അടിക്കുകയും അതിൽ ഗുരുതരമായ പരിക്കേറ്റ പ്രതി ചികിത്സയിൽ പോവുകയും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം, അപ്പോഴേ കേസാവുള്ളൂ. നമ്മൾ ചുമ്മാ TV ചർച്ച പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ കേസാവില്ല. പല കേസും തോറ്റുപോകുന്നത് അതുകൊണ്ടാണ്. എല്ലാവരും ഇരുമ്പ് കൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ കൊണ്ടു എന്ന് സങ്കല്പിക്കും നമ്മൾ. മജിസ്ട്രേറ്റിന് സങ്കല്പിക്കാൻ പറ്റില്ല, കൊണ്ടോ കൊണ്ടില്ല എന്ന് അറിയണം. ഇതാണ് വിചാരണയുടെ സ്വഭാവം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീ എന്നെ കൊണ്ടുപോയി വില്ലയിൽ കൊണ്ടുപോയി, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ബലം പ്രയോഗിച്ചു എന്ന് പറയുന്നില്ല. 28-ാം തീയതി പറയുന്നില്ല, 30-ാം തീയതി പറയുന്നു. അപ്പോൾ മുകേഷിൻ്റെ വക്കീൽ വാദിച്ചു, ഇത് ക്ലിയറാണ്, ഇവർ വക്കീലാണ്, അവർക്ക് മനസ്സിലായി ഇതിനൊക്കെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയും. ഒരു ഒഫൻസിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയും. ഒരു കുത്തിക്കൊല ആണെങ്കിൽ കുത്തിയ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ പോലും പോരാ, കത്തി കൊണ്ട് കുത്തി മാരകമായി മുറിവേൽപ്പിക്കുകയും തുടർന്ന് ചോര വാർന്ന് ഇയാൾ മരിക്കുകയും ചെയ്തു എന്ന് തന്നെ എഴുതാം. അങ്ങനെ എഴുതി വെറുതെ കുത്തി എന്ന് എഴുതി കഴിഞ്ഞാൽ കുത്തിയെന്നേ അർത്ഥമാകുന്നുള്ളൂ, മുറിവേൽപ്പിച്ചു എന്നേ അർത്ഥമുള്ളൂ, കൊന്നൊന്നും അർത്ഥമാകുന്നില്ല. പക്ഷേ നമ്മുടെ സാധാരണ സംസാരത്തിലോ കുത്തി എന്ന് പറഞ്ഞാൽ അവന് കുത്തി മലത്തിക്കളഞ്ഞില്ലേ, അപ്പോൾ ഇയാൾ മരിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കും. നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ സങ്കല്പിക്കുന്നതാണത്. കുത്തി മലത്തി എന്ന് വെച്ചാൽ കുത്തി ഇയാൾ മലന്നു, ഇത്രേ ഉള്ളൂ. മരിച്ചു എന്നൊന്നും അർത്ഥമില്ല കോടതിയിൽ. അതാണ് അർത്ഥം. കുത്തി മലക്കി, കുത്തി പൊളർന്നു, കുത്തി കീറി എന്നൊക്കെ പറയും. മരിച്ചു എന്നൊക്കെ തന്നെയാണ് നമ്മളെ സാധാരണ സംസാരത്തിൽ അർത്ഥം. അതാണ്. കോടതിയിൽ അങ്ങനെയല്ല. മരിച്ചതിന് മരിച്ചു എന്ന് തന്നെ പറയണം, ഇല്ലെങ്കിൽ മരിച്ചിട്ടില്ല എന്ന് അസ്യൂം ചെയ്യും, മരിച്ച് കാണുകയില്ല എന്ന് ചിന്തിക്കും. ഇങ്ങനെയൊക്കെയുള്ള പുലിവാലുകളുണ്ട്. ഏതായാലും സംഗതി വഷളായി. അപ്പോൾ ജഡ്ജ്മെൻറ്റിലേക്ക് കടന്നു. അവർ പറഞ്ഞു, കാര്യമൊക്കെ ശരി, ഇതിൻ്റെ സബ്സ്റ്റൻസ് എന്താ? ഈ ആൾക്കാർ സൈൻ ആർട്ടിസ്റ്റുകളാണ്, സിനിമാ താരങ്ങളാണ്. അതിലൊരാൾക്ക് ഈ മെമ്പർഷിപ്പ് ഇല്ല, മറ്റേ ആൾക്കുണ്ട്, മറ്റേ ആൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെയാണ്. അയാൾ പറയുന്നു, ഇങ്ങനെ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാനിത് സംഘടിപ്പിച്ച് തരാമെന്ന് പറയുന്നു. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കുന്നു, ഇമെയിലും അയക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് കേസൊന്നുമില്ല എന്ന് അയാൾ വാദിക്കുന്നു. അക്കോർഡിംഗ് ടു ഹിം, മുകേഷിൻ്റെ, ദ പെറ്റീഷണർ ഹെർസെൽഫ് ക്ലെയിംഡ് അറ്റ് ദ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ് ദാറ്റ് ദ അലീജ്ഡ് ഇൻസിഡൻറ്റ് വാസ് ഒക്കേർഡ് ഡ്യൂറിങ് 2009. അവർ തന്നെ പറയുന്നു 2009 സംഭവിച്ചതെന്ന്. When the petitioner herein published the email which is produced here, she deviated from her version and lodged another statement
സ്റ്റേറ്റിംഗ് ദാറ്റ് ദ അലീജ് ഇൻസിഡൻസ് വാസ് ടേക്കൻ പ്ലേസ് ഡ്യൂറിങ് 2010. 2009 ഇത് സംഭവിച്ചത് എന്ന് പരാതിക്കാർ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ വേറൊരു സ്റ്റേറ്റ്മെൻറ്റിൽ 2010 എന്ന് പറയുന്നു. നിരന്തരം ഫേസ്ബുക്കിൽ എൻ്റെയും അവരുടെയും പടങ്ങൾ ചേർത്ത് ഇടുന്നു. അതേസമയം അവർ herself expressed her gratitude for the decent and generous behavior on the side of the petition. ഞാൻ വലിയ മാന്യനും ഉദാരമതിയുമാണ് എന്ന് മെയിൽ അയക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഈ 15 വർഷത്തിന് ശേഷം ഏടാകൂടം കേസ് കൊടുത്തത് എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാനും എൻ്റെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കാനും എന്നെ ഒറ്റപ്പെടുത്താനും എന്നെ ദ്രോഹിക്കാനും മറ്റുമാണ്. ഇതൊക്കെയാണ്. കോടതിയും പറയുന്നു ദ ഡിഫാക്റ്റോ കംപ്ലൈനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് നേരിട്ടല്ലല്ലോ, സ്റ്റേറ്റാണ് കംപ്ലൈൻറ്റ് വാദിക്കുന്നത്. അപ്പോൾ ഈ വാദി എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റേറ്റാണ്, സംസ്ഥാനമാണ് കേസ് വാദിക്കുന്നത്, അല്ലാതെ യഥാർത്ഥ വാദിയല്ല, കംപ്ലൈനൻ്റ് അല്ല. അതുകൊണ്ട് അവരെ ഡിഫാക്റ്റോ കംപ്ലൈനൻ്റ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അവരാണ് കംപ്ലൈനൻ്റ്. അവർക്ക് വേണ്ടിയാണ് സ്റ്റേറ്റ് അഥവാ പോലീസ്. കാരണം ഇത്തരം കുറ്റങ്ങൾ, ഹീനമായ കുറ്റകൃത്യങ്ങൾ എല്ലാം സമൂഹത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണെന്നും അതുകൊണ്ട് സമൂഹം അഥവാ സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്ത് സംസ്ഥാനം ആണ് കേസ് നടത്തേണ്ടതെന്നുമാണ് നിയമത്തിൻ്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ടാണ് എല്ലാ ക്രിമിനൽ കേസുകളും പോലീസ് ചാർജ് ചെയ്യുന്നതിന് പോലീസ് പ്രോസിക്യൂഷനൊക്കെയാണ് നടത്തുന്നത്. അല്ലാതെ കുത്തുകിട്ടിയ ഞാൻ എൻ്റെ വക്കീലിനെ വെച്ച് നടത്തുകയല്ല. അങ്ങനെയും നടത്താം. പോലീസ് നടത്തുന്നതിൽ എനിക്ക് തൃപ്തിയില്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഞാൻ വയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. ബട്ട് സാധാരണഗതിയിൽ സ്റ്റേറ്റാണ് നമുക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിഫാക്റ്റോ കംപ്ലൈനൻ്റാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ സാക്ഷിയായിട്ട് മാറും, വാദിയല്ല. വാദി സംസ്ഥാനവും നമ്മൾ സാക്ഷി, അനുഭവിച്ച സാക്ഷി. ഷീ വാസ് സെറ്റിൽ ഇൻ ദുബായ് ടിൽ 2008 along with her family. 2008 വരെ ഈ സ്ത്രീ ദുബായിലായിരുന്നു. അവരുടെ ആദ്യത്തെ സിനിമ 2008 അവർ 3 സിനിമയിൽ അഭിനയിച്ചു. 3 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അമ്മയിൽ അവർക്ക് മെമ്പർഷിപ്പ് കിട്ടേണ്ടതാണ്. പക്ഷേ കിട്ടിയില്ല. അവർ കിട്ടാനായിട്ട് ഈ മുകേഷിനെ സമീപിച്ചു. എന്നിട്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. ഷീ ഈസ് എ ലോ ഗ്രാജുവേറ്റ് ആൻഡ് മാരീഡ് വുമൺ. അവർ ലോ ഗ്രാജുവേറ്റാണ്, കല്യാണം കഴിച്ചവരാണ്. ഷീ ഈസ് എ പേഴ്സൺ വിത്ത് കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ദ സെക്ഷുവൽ ഇൻ്റലിജൻസ്. ഒരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന് നല്ല തിരിച്ചറിവുള്ള ഒന്നാം തരം പാകത വന്ന ഇരുത്തം വന്ന സ്ത്രീയാണവർ. അല്ലാതെ കൊച്ചു കുട്ടിയൊന്നുമല്ല, പെട്ടെന്ന് മോഹിപ്പിക്കാൻ പറ്റിയ ആളല്ല. സ്റ്റിൽ ഷീ അക്കമ്പനീഡ് ദ പെറ്റീഷണർ ആൻഡ് ഹാഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. ഇത് ഞാൻ തർജ്ജമ ചെയ്യുന്നില്ല. ആസ് റൈറ്റ്ലി പോയിൻറ്റഡ് ഔട്ട് ബൈ ദ ലേണഡ് കൗൺസിൽ ഓഫ് ദ പെറ്റീഷണർ, the first information statement would show that the petitioner came in front of her flat. She accompanied him in the car and went to the villa of the petitioner and had intercourse with him. ഈ 2 പേരും ഇത് നിഷേധിക്കുന്നില്ല. മുകേഷ് അവിടെ ഫ്ലാറ്റിൽ വന്നിരുന്നു, 2 പേരും കൂടെ വില്ലയിൽ പോയിരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇത് 2 പേരും നിഷേധിക്കുന്നില്ല. പിന്നെ നിഷേധിക്കുന്നത് എന്താ? ബലാൽ ആയിരുന്നോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് ഈ നിഷേധത്തിൻ്റെ പ്രശ്നം. ഇത് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഹിസ്റ്ററി അത് മുകേഷ് ഹാജരാക്കുന്നു. ഞാനത് ബ്രീഫായിട്ട് പറയാം, ഒരുപാട് നേരം കളയാതെ. ഈ സ്ത്രീയുടെ ഒരു വിവാഹമോചന കേസ് വന്നു. ഏത്? മുകേഷിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്ത സ്ത്രീ അവരുടെ ഭർത്താവുമായിട്ട് തെറ്റിയിട്ട് ആ വിവാഹമോചന കേസ്, ആ കേസിൽ ഹാജരായ വക്കീലുമായിട്ട് ഇവർ വഴക്കായി. ആ വക്കീലിനെതിരെ ഇവർ ബാർ കൗൺസിലിൽ പരാതി കൊടുത്തു. ബാർ കൗൺസിൽ നോട്ടീസൊക്കെ ആയി. അതിൻ്റെ ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ബാർ കൗൺസിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നു. ആ വക്കീൽ എന്നോട് സെക്ഷൽ ഫേവർ ചോദിച്ചു എന്ന് പറയുന്നു. ഇവരൊരു അന്താരാഷ്ട്ര റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയോ മറ്റോ എറണാകുളത്ത് കലൂര് തുടങ്ങുന്നു. 197 പേരെ കുവൈറ്റിലേക്ക് അയക്കുന്നു. അതിനിടയ്ക്ക് സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ പഴയ ഒരാളിനെ ഓർമ്മയുണ്ടാവുമല്ലോ. ആ കഥയൊക്കെ പറയാൻ പോയാൽ നേരം വിളിക്കും.
സന്തോഷ് മാധവനുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിതിൽ ഇൻവോൾവ് അല്ല എന്നൊക്കെ പറഞ്ഞ് പത്രക്കുറിപ്പ് ഇറക്കുന്നു. എന്നിട്ട് അവർ ഈ വക്കീൽ മിസ്ബിഹേവ് ചെയ്തു, സെക്ഷുവലി മിസ്ബിഹേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസ് എറണാകുളത്തെ കാണുന്നു. അദ്ദേഹവുമായിട്ടൊരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നു. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയി അവസാനിക്കുന്നത് എന്താണെന്നറിയാമോ? ഷീ സ്റ്റേറ്റഡ് ഫർദർ ദാറ്റ് ഷീ അപ്രോച്ച് മിസ്റ്റർ എടവേള ബാബു ഫസ്റ്റ്ലി. മുകേഷുമായിട്ട് ഇത് ക്ലിക്കായില്ല, മെമ്പർഷിപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് എടവേള ബാബുവിനെ വിളിച്ചു. ദെയർ ആഫ്റ്റർ ഷീ സ്റ്റാർട്ടഡ് അക്വൈൻറ്റൻസ് വിത്ത് മുകേഷ് അറ്റ് ദ ടൈം ഓഫ് കലണ്ടർ മൂവി. ഇത് കഴിഞ്ഞ് വീണ്ടും കലണ്ടർ എന്ന സിനിമയിൽ വെച്ച് മുകേഷിനെ കാണുന്നു. അവിടെ വെച്ച് മുകേഷ് ഉപദ്രവിച്ചു എന്ന് പറയുന്നു. ഇത് കൂടാതെ ഇടവേള ബാബുവിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇടവേള ബാബു ഈ മുകേഷിൻ്റെ ആവശ്യം തന്നെ ഇടവേള ബാബു പറയുന്നു. അതാണ് ഇടവേള ബാബുവിൻ്റെ കേസ്. ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. ആ ജാമ്യ ജഡ്ജ്മെൻറ്റ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ചെയ്യുമായിരിക്കാം, മുകേഷിൻ്റെ ചെയ്തു, ബാബുവിൻ്റെയും ചിലപ്പോൾ ചെയ്യാതെയും ഇരിക്കും കേട്ടോ. കോടതികൾ പല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഇതുപോലത്തെ സെൻസിറ്റീവ് കേസുകളിൽ ജഡ്ജ്മെൻറ്റ് നാട്ടുകാർക്ക് കാണാനായിട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാതെ പാർട്ടികൾക്ക് മാത്രം കൊടുക്കും, പോലീസിനും കൊടുക്കും, വാദി പ്രതി എല്ലാവർക്കും കൊടുക്കും. നാട്ടുകാരെ കാണിക്കില്ല. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണല്ലോ നമുക്ക് വായിക്കാൻ പറ്റുക. അത് ചില കേസുകളിൽ കോടതികൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഇടവേള ബാബുവിൻ്റെ അങ്ങനെ ബാബു പറഞ്ഞു കാണും, ഇതെല്ലാം കൂടെ എടുത്തിട്ട് നാട്ടുകാരെയൊക്കെ കാണിക്കില്ല, എനിക്ക് ഫർദർ നാണക്കേടാവും, ശരി അപ്ലോഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കോപ്പി തരാം, അങ്ങനെയും അവസാനിപ്പിച്ചതായിരിക്കാം. ഏതായാലും മുകേഷിൻ്റെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. മുകേഷിൻ്റെ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തു. ഞാൻ അതിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്തു. അപ്പോൾ പക്ഷേ ഇത് സംഭവം ഇതാണ്. ഇടവേള ബാബുവും ഈ ഫേവർ ചോദിച്ചു. മാനം മര്യാദയുള്ള സെൻസുള്ള ഒരു സ്ത്രീ ഇതുപോലെ ഓരോരുത്തരോടും ചോദിക്കുമോ? അവരോരോരുത്തരും ഇങ്ങനെ ഒക്കെ ചെയ്യുമോ? ഇതൊന്നും ആർക്കും അറിയില്ല. അവർ മുകേഷിനോട് പറഞ്ഞു പോലും, അക്കോർഡിംഗ് ടു ഹർ ദർ വാസ് എ ഗ്യാപ്പ്, എനിവേ ഗോഡ് മെയ്ഡ് സിറ്റുവേഷൻ ടു മീറ്റ് അഗെയിൻ. രണ്ടുപേർക്കും കാണാൻ ദൈവം വീണ്ടും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയെന്നൊക്കെ. എൻ്റെ ദൈവമേ, ഏതായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. കൂടുതലൊന്നും ഞാൻ ഇത് വായിക്കാൻ പോയാലുണ്ടല്ലോ ആകെ കൂടെ വല്ലാത്ത കേസാണ്. നമുക്ക് ഒരു പരിധിയിൽ കവിഞ്ഞൊന്നും വായിക്കാൻ പറ്റില്ല. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റവും സംഗതിയും കാര്യങ്ങളുമൊക്കെ ഉള്ളതിനാൽ പ്രഥമ ദൃഷ്ട്യ ഇത് ജാമ്യം കൊടുക്കാവുന്ന ഒരു കേസാണ് എന്ന് ജഡ്ജി തീരുമാനിച്ചു. ഇൻ ദ റിസൾട്ട് ദിസ് പെറ്റീഷൻ ഈസ് അലൗഡ് ഓൺ കണ്ടീഷൻസ്. ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് മുകേഷിന് മുൻകൂർ ജാമ്യം കൊടുക്കുന്നു. അതിലൊന്ന് 1,00,000 രൂപയും 2 solvent sureties each for the like amount. Accused shall appear before the investigation officer on any day at 9 AM. ഇതൊക്കെ സാധാരണയുള്ളതാണ്. എപ്പോൾ വിളിപ്പിച്ചാലും ചെല്ലണം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1,00,000 രൂപ 1,00,000 രൂപ ആസ്തിയുള്ള 2 ജാമ്യക്കാരെ വെച്ച് ഇദ്ദേഹത്തെ വിടണം. ഹീ ഷാൽ നോട്ട് ടാമ്പർ വിത്ത് എനി എവിഡൻസ്. തെളിവൊന്നും നശിപ്പിക്കരുത് കേട്ടോ മുകേഷ്. ഇല്ല സാർ, അല്ല ഇല്ല മാഡം. പെറ്റീഷൻ അക്യൂസ് ഷാൽ നോട്ട് ഇൻ എനി വേ ട്രൈ ടു ഇൻറ്റിമിഡേറ്റ് ഓർ ഇൻഫ്ലുവൻസ് ദ വിറ്റ്നസ്. സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക അതൊന്നും ചെയ്യരുത്. ഇല്ല. പെറ്റീഷൻ ഷാൽ നോട്ട് ലീവ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണം കഴിയുന്നവരെ കേരളം വിടരുത്. അതൊരു പോയിൻ്റാണ് കേട്ടോ. ഈ അന്വേഷണം കഴിയുന്നവരെ കേരളം വിടരുത്. അന്വേഷണം ഒരു 10 കൊല്ലം അങ്ങ് നീണ്ടുപോകുന്നു. എന്ത് ചെയ്യും മുകേഷ്? കേരളത്തിന് പുറത്ത് പോകാതിരിക്കുമോ? മദ്രാസിലും അവിടെ ഇവിടെ പോകണ്ടേ? മനുഷ്യൻ പുറത്തിറങ്ങണ്ടേ? അതിന് സാധാരണ ചെയ്യുന്നത് ഈ ബെയിൽ ആഫ്റ്റർ ആൾ ജഡ്ജിയുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അത് എന്ത് കണ്ടീഷൻ വേണമെങ്കിലും ഇട്ടോ പ്ലീസ് എന്നൊക്കെ പറയും. അപ്പോൾ ജഡ്ജി കേരളത്തിന് പുറത്ത് പോകരുത്, പോകണില്ല, ബെയിൽ മേടിക്കും. ഒരു 2 മാസം കഴിയുമ്പോൾ ഇത് ജില്ലാ ജഡ്ജിയാണല്ലോ, ഇത് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ജൂറിസ്ഡിക്ഷണൽ മജിസ്ട്രേറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ പുറത്ത് പോകരുതെന്നാണ്. 2 മാസം കഴിയുമ്പോൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോകും. ഒന്ന് ചെന്നൈ വരെ പോകണമായിരുന്നു, ഒരു അത്യാവശ്യം അവിടെ ഒരു കോൺഫറൻസ് ഉണ്ട്, MLA ആണ്. 3-ാം തീയതി പോയിട്ട് 7-ാം തീയതി തിരിച്ചു വരും. ഇത്രയേ ഉള്ളൂ. മജിസ്ട്രേറ്റ് പറഞ്ഞു കൃത്യം 7-ാം തീയതി വരണം,
പോലീസ് സ്റ്റേഷനെ അറിയിക്കണം. അറിയിച്ചു. മദ്രാസിൽ പോകും, തിരിച്ചു വരും. അങ്ങനെ കുറച്ച് പ്രാവശ്യമായിട്ട് അവസാനം ഈ കണ്ടീഷൻ തന്നെ എടുത്തു കളയണം. ആ കണ്ടീഷൻ എടുത്തു കളയും. അങ്ങനെ ഇയാൾ സ്വതന്ത്രനാകും. കാരണം ഈ കേസുകൾ ഒരിക്കലും തീരുന്നില്ല. അതുകൂടാതെ ഒരു വാണിംഗ് കൂടെയുണ്ട്. പെറ്റീഷണർ ഷാൽ നോട്ട് ഇൻവോൾവ് ഇൻ എനി ക്രൈംസ് ഡ്യൂറിങ് ബെയിൽ. ഈ ജാമ്യം നിലനിൽക്കുന്നത് വരെ പെറ്റീഷണർ വേറെ ഒരു കുറ്റത്തിലും ഏർപ്പെടാൻ പാടില്ല. അയ്യോ ഇല്ല, ഇത് തന്നെ ഞാൻ ചെയ്തിട്ടില്ല, ഇനി വേറൊരു കുറ്റം എന്നുള്ള വാക്ക് പോലും ഞാൻ ഉച്ചരിക്കില്ല. ഇത് ജാമ്യം കിട്ടാനായിട്ട് വക്കീലന്മാർ കൊടുക്കുന്ന അഷുറൻസാണ്. ദ പെറ്റീഷണർ ഷാൽ കോപ്പറേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണവുമായിട്ട് സഹകരിക്കണം. അന്വേഷണവുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരുടെ ഒരു സഹകരണ സംഘം തന്നെ തുടങ്ങാറായിട്ടുണ്ട് കേരളത്തിൽ. ആരാ അന്വേഷണവുമായിട്ട് സഹകരിക്കാത്തത്? എല്ലാവരും ഏത് അന്വേഷണത്തെ നേരിടാനും ഞാൻ തയ്യാർ. ആളും പരിചയമായിട്ട് വാടാ അന്വേഷണമേ ഇവിടെ, ഞാൻ നിന്നെ നേരിടാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന കുറച്ച് പേര്. അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നവർ, അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ കെട്ടിപ്പിടിച്ച് എത്ര കാലമായി ഞാൻ നിന്നെ കണ്ടിട്ട് എന്നൊക്കെ പറയുന്ന സഹകരിക്കുന്ന ആളുകൾ. ഇതാണ് അന്വേഷണവുമായിട്ട് സഹകരണം. ഇതൊക്കെ ചെയ്ത് ജഡ്ജ്മെൻറ്റ് റെഡിയായി. ഇതാണ് മുകേഷിൻ്റെ ഇപ്പോഴത്തെ നില. ഇടവേള ബാബുവിൻ്റെ ജഡ്ജ്മെൻറ്റ് അപ്ലോഡ് ചെയ്താൽ അതിൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിലെന്താ ഉള്ളതെന്ന് ഏകദേശം ഇതിൽ വന്നു കഴിഞ്ഞു. ഏതായാലും പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ആ സമയത്ത് ചർച്ച ചെയ്യാം. താങ്ക് യു.